അനേകം സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെ ഇതിനകം തന്നെ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയിട്ടുള്ള കുഴിക്കാട്ടുശ്ശേരിയിലെ ഗ്രാമിക പ്രശസ്ത വിവർത്തകനായിരുന്ന ഇ.കെ. ദിവാകരൻ പോറ്റി മാസ്റ്ററുടെ സ്മരണയ്ക്കായി ഒരു ഗ്രന്ഥശാല ഏർപ്പെടുത്തുന്നു എന്നത് വളരെയധികം ആഹ്ലാദം നൽകുന്നുണ്ട്. ഇ.കെ. ദിവാകരൻ പോറ്റി വായനക്കാരായ മലയാളികൾക്കെല്ലാം അറിയാവുന്നതുപോലെ ഒരു കാലത്ത് നമ്മെ അക്കാലത്തെ ഇന്ത്യൻ ക്ലാസിക്കുകളുമായി, പ്രത്യേകിച്ചും ഹിന്ദിയിലുള്ള കൃതികളുമായി പരിചയപ്പെടുത്തിയ ഒരു മഹാമനീഷിയും ഗംഭീരനായ വിവർത്തകനുമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു ഗ്രന്ഥശാലയ്ക്ക് അസുലഭമായ മേന്മ ഉണ്ടായേ തീരൂ. മലയാളത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും നല്ല ഗ്രന്ഥങ്ങളായിരിക്കണം ആ ഗ്രന്ഥാലയത്തിൽ ഉണ്ടാകേണ്ടത്. അതൊരു വലിയ ഗവേഷണ കേന്ദ്രം കൂടിയായി ക്രമേണയെങ്കിലും മാറുകയും വേണം. കേരളത്തിലെ നവോത്ഥാനത്തിന് പ്രധാനമായി പ്രചോദനം നൽകിയതും അതിനെ നിലനിർത്തിയതും വളർത്തിയതും കേരളത്തിലെ വിശേഷിച്ചും ഗ്രാമങ്ങളിലെ വായനശാലകളായിരുന്നു. ഈ വായനശാലകൾ മാത്രമായിരുന്നില്ല, വലിയ സാംസ്കാരിക കേന്ദ്രങ്ങളായിരുന്നു. അതിനോടനുബന്ധിച്ച് പലപ്പോഴും കലാസമിതികളും നാടക സംഘങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ നാടകത്തിലൂടെയും കഥാപ്രസംഗത്തിലൂടെയും ഇതര ജനകീയ കലകളിലൂടെയും ഒക്കെ തന്നെയാണ് കേരളത്തിൽ നവോത്ഥാനം വേരുറപ്പിച്ചതും ഒപ്പം തന്നെ വിപ്ലവപരമായ ആശയങ്ങൾ കേരളത്തിലെ ജനങ്ങളിൽ എത്തിച്ചേർന്നതും. അത്തരം ഒരു വായനശാല എന്ന നിലയ്ക്ക് അനേകം പതിറ്റാണ്ടുകളായി ഞാൻ ബന്ധപ്പെടുന്ന ഒരു വായനശാല എന്ന നിലയ്ക്ക് കൂടി കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയുടെ വായനശാലയും ഗ്രാമികയുടെ തന്നെ അനേകം സാംസ്കാരിക പ്രവർത്തനങ്ങളും എങ്ങനെയാണ് ആ പ്രദേശത്തെയും പരിസര പ്രദേശങ്ങളെയും മുഴുവൻ തന്നെ ഉണർത്തുന്നതിനും ജനങ്ങളെ മുന്നോട്ട് നയിക്കുന്നതിനും പുനർവിചിന്തനങ്ങൾ നടത്തുന്നതിനും ഒക്കെ പ്രേരിപ്പിച്ചത് എന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഗ്രാമികയുമായി സഹകരിക്കുമ്പോൾ ഞാൻ ഒരർത്ഥത്തിൽ ചെയ്യുന്നത് എൻ്റെ കുട്ടിക്കാലത്തെ വായനശാലകളിലേക്ക് തിരിച്ചു പോവുകയും വായനശാലകളുടെ ഓർമ്മ മലയാളികൾക്ക് മുഴുവൻ വേണ്ടി വീണ്ടെടുക്കുകയും ഒപ്പം തന്നെ വായനശാലകളുടെ ഭാവിയെക്കുറിച്ചുള്ള ചില ആലോചനകൾ നടത്തുകയുമാണ്. ഗ്രാമിക കേരളത്തിന് മുഴുവൻ തന്നെ ഒരു മഹനീയമായ മാതൃകയാണ് സമ്മാനിച്ചിരിക്കുന്നത്. അതിന് വായനശാലാ പ്രവർത്തനത്തിലൂടെയും സാംസ്കാരിക പ്രവർത്തനത്തിലൂടെയും എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഗ്രാമിക നിലനിൽക്കുക എന്നത്, അത് ഇനിയും കൂടുതൽ വായനശാലകളോടും സാംസ്കാരിക സംഘങ്ങളോടും ചേർന്ന് വളരുക എന്നത് നമ്മുടെ സംസ്കാരത്തിന്, വിശേഷിച്ചും നവോത്ഥാനത്തിന് അപജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നാം എല്ലാം സംശയിക്കുന്ന ഒരു കാലത്ത് സവിശേഷമായ പ്രാധാന്യമുള്ള കാര്യമാണ്.